ഓക്കെ, എല്ലാവരും ക്ലിയർ ടൈമിൽ ഇപ്പൊ 9 മണി 8 മണിക്കാണ് ക്ലാസ് എങ്കിൽ 7:56 7-നൊക്കെ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും എത്തിയോ? ഇനി എത്ര പേര് വരാണ്ട്? എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കിക്കോളൂ കേട്ടോ. ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞാൽ ക്ലാസ് എല്ലാവരും ഓൺ ആക്കിയിട്ട് ക്ലാസ് എടുത്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്യാമറ ഓൺ ആക്കുക. ക്യാമറ ഓഫ് ആക്കിയിട്ടുള്ള പരിപാടി ഇല്ല. ഓക്കെ, 12 പേര് പറഞ്ഞാൽ 10 പേര് എത്തി അല്ലേ? 10 അല്ല 9 പേര് എത്തിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എവിടെയായിരുന്നു ഓർമ്മ ഉണ്ടോ? എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കിക്കോളൂ കേട്ടോ. ഇതിനകത്ത് ഒരുപാട് പേരുണ്ടേ. ക്യാമറ ഓൺ ആക്കുക വേഗം. മാം ഹോസ്റ്റ് ആക്കിയല്ലോ അല്ലേ? മാം എന്നൊന്ന് ഹോസ്റ്റ് ആക്കും. എല്ലാവരും ടാസ്ക് ഒക്കെ ചെയ്തില്ലേ? ടാസ്ക് 7 പലരും സബ്മിറ്റ് ചെയ്യാത്തുണ്ട്. ഇനിയും ഒരുപാട് പേര് സബ്മിറ്റ് ചെയ്യാത്തുണ്ട്. ടൈമിന് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടാവില്ല. അത് എത്ര ക്ലിയർ ആയിട്ട് എഴുതിയിട്ടും കാര്യമില്ല. 1 വീക്ക് ടൈം വരുന്നുണ്ട്. ആ 1 വീക്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പം സമയത്തിന് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ നോക്കുന്നത്. ബാക്കി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി സബ്മിറ്റ് ചെയ്യാത്തവർ ഇനിയെങ്കിലും സബ്മിറ്റ് ചെയ്യാം. ഇനിയെങ്കിലും സബ്മിറ്റ് ചെയ്താൽ ഫുൾ മാർക്ക് എന്തായാലും കിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ റാങ്ക് കിട്ടില്ലേ, അതിലുള്ള പോലെ ബാക്കോട്ട് പോകും. നല്ല മാർക്ക് ക്ലാസ് ടെസ്റ്റിലേക്ക് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും 1-2 ഈ സബ്മിറ്റ് ടാസ്കുകൾ ചെയ്യാത്തതായിരിക്കും അവർ ബാക്കോട്ട് ആവാനുള്ള കാരണം. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ 7 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യും. ഞാൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്തപ്പം ഈവൻ നിങ്ങളുടെ ലെക്ചർ നോട്ട്സ് പോലും ഞാൻ അന്ന് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കുന്നൊന്നുമില്ല. ഞാൻ ഇന്നാണ് ലെക്ചർ നോട്ട്സിന്റെ സബ്മിഷൻ പോലും നോക്കിയിട്ട്. അത് പറഞ്ഞു എന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ 7 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ അത്രയും ഞാൻ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. 7 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഇന്ന് ക്ലാസ് കഴിഞ്ഞ മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മുമ്പ് സബ്മിറ്റ് ചെയ്താൽ പോലും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ടൈം അധികം പോവണ്ട. നമ്മള് കുറച്ച് സ്ലോ ആണ് സിലബസിൽ. ഓക്കെ, ഓക്കെ, നമ്മൾ ലാസ്റ്റ് എവിടെ എത്തിയിരുന്നത്? ആരെങ്കിലൊക്കെ പറ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന ഇവിടേക്കായിരുന്നു. അരിത്മെറ്റിക് മീൻ, അബ്സല്യൂട്ട് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇതില് ഞാൻ കുറച്ച് സംശയങ്ങളൊക്കെ ഉള്ള പോലെ, നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നോ? ഇതൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്ന പോലെ നിങ്ങൾക്ക് എന്തെല്ലോ സംശയമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അരിത്മെറ്റിക് മീൻ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടോ? എല്ലാവരും ക്യാമറ ഓൺ ആക്കാം കേട്ടോ. ഞാൻ ഇതിന്റെ ഇതിൽ കാണുന്ന ഒരാളും ക്യാമറ ഓൺ അല്ല. ഇവിടെ ഓക്കെയാണ്. ഞാൻ ഫസ്റ്റിൽ കാണുന്ന ആൾക്കാർ പലരും ക്യാമറ ഓൺ അല്ല. ഓക്കെ, ഇനി പറയാം. അരിത്മെറ്റിക് മീൻ ആരെങ്കിലും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യും. വേഗം. ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബാക്കി നെറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, അരിത്മെറ്റിക് മീൻ എന്താണ്? അരിത്മെറ്റിക് മീൻ ആരാ പറയാ? സഫ പറഞ്ഞു നോക്കും. അരിത്മെറ്റിക് മീൻ കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വേഗം പറയാട്ടോ. സഫ കേൾക്കുന്നുണ്ടോ? അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Sum of all the n observation by n. അഥവാ ആവറേജ് അല്ലെ? നമ്മൾ ആവറേജ് എടുക്കാന്നൊക്കെ പറയുന്ന ഒരു വർക്കാണ് അരിത്മെറ്റിക് മീൻ അല്ലെ. നമുക്ക് എന്തൊക്കെ ഒബ്സർവേഷൻസ് ഉണ്ടോ, n ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം, ഡിവൈഡ് ബൈ ദാറ്റ് n. ഓക്കെ, ഗുഡ്. അടുത്തത്, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായി. ഞാനൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യണേ. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് അബ്സല്യൂട്ട് എറർ?
അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓരോ ഒബ്സർവേഷൻസ് എടുക്കാം, ഓരോ ഒബ്സർവേഷൻ എടുക്കുക, അതിനോട് എന്ത് മൈനസ് ചെയ്യാം, അരിത്മെറ്റിക് മീൻ മൈനസ് ചെയ്യാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, അഥവാ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും നമ്മൾ എടുക്കുന്ന പോസിറ്റീവ് മാത്രമായിരിക്കും. അതുകൊണ്ട് A1 മൈനസ് എ മീൻ, അഥവാ ഓരോ ഒബ്സർവേഷൻ, നമ്മളിപ്പോ ഒരു 5 ഒബ്സർവേഷൻ എടുത്തു, അതിന്റെ വാല്യൂ 4, 3, 2, 1, 5 എന്ന 5 ഒബ്സർവേഷൻ അയച്ചു. 4, 3 അല്ലെങ്കിൽ 1, 3, 2, 4, 5 അയച്ചോ. 5 ഒബ്സർവേഷൻ, 1, 2, 3, 4, 5, നമ്മൾ 5 ഒബ്സർവേഷൻ. ഇതിന്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ, മീൻ എടുക്കാറിനാല് അരിത്മെറ്റിക് മീൻ എടുക്കാറിനാല് 1 + 2 + 3 + 4 + 5 എല്ലാം കൂടി ആഡ് ചെയ്യുക ബൈ 5, ടോട്ടൽ നമ്പർ 5. അപ്പൊ അതാണ് എന്റെ മീൻ. എന്നിട്ട് നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യാം, അതിന്റെ ഓരോ വാല്യൂ എടുക്കാം. 1 മൈനസ് ദാറ്റ് മീൻ, 2 മൈനസ് അതിന്റെ മീൻ, 3 മൈനസ് മീൻ, 4 മൈനസ് മീൻ. അപ്പൊ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും അതിന്റെ ഈ ടോട്ടൽ മീനും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസും, നമ്മൾ ഒരുപാട് ഒബ്സർവേഷൻ എടുക്കുന്നുണ്ട്, ആ ഓരോ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും ഈ ടോട്ടൽ ഒബ്സർവേഷൻസിന്റെ മീനും അത് തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് സൈൻ വരാത്തത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാല് അതൊരു നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ആ 3 - 4 ചെയ്താലും 4 - 3 ചെയ്താലും ഒന്ന് 1 ഒന്ന് -1 കിട്ടാം. 3 - 4 എന്ന് പറഞ്ഞാൽ -1 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആ. പക്ഷെ 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ? 1 തന്നെയാണ്. അത് നമ്മൾ നെഗറ്റീവ് എന്ന് പറയേണ്ട ആവശ്യമില്ല. 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1. ആ ഡിഫറൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുന്നത്. ആ ഡിഫറൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുന്നത്, അത് മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നത്. അതുകൊണ്ട് A1 ക്ലാസ്സിൽ ആരും ചോദിച്ചിരുന്നു, A1 മൈനസ് എ മീൻ ആണോ അല്ലെങ്കിൽ എ മീൻ മൈനസ് A1 ആണോ എങ്ങനെ എഴുതേണ്ടത്? എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, അത് രണ്ടും തരുന്ന ഡിഫറൻസ് ആയിരിക്കും. പക്ഷെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ പോലും നമ്മൾ നെഗറ്റീവ് എടുക്കണ്ട, ആ ഡിഫറൻസ് ആൻഡ് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പൊ അബ്സല്യൂട്ട് എറർ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മൈക്ക് തുറന്ന് പറയണം, ഞാൻ അടുത്തേക്ക് കിടക്കും. വേഗം പറയും. ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, അടുത്തത് ഇതൊന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അരിത്മെറ്റിക് മീൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, അബ്സല്യൂട്ട് എററും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തു, അബ്സല്യൂട്ട് എററുകളുടെ അരിത്മെറ്റിക് മീൻ. അപ്പൊ നമ്മള് ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാക്കി. ആ ഒബ്സർവേഷനിൽ 5 യുണീക്ക് ആയിട്ട് 5 ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട്. A1, A2, A3, A4, A5 എന്ന് പറഞ്ഞ 5 ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ 5 ഒബ്സർവേഷൻസിന്റെയും അരിത്മെറ്റിക് മീൻ നമ്മൾ എടുത്തു, അല്ല അബ്സല്യൂട്ട് എറർ എടുത്തു. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? A1 മൈനസ് എ മീൻ. അത് ഡെൽറ്റ A1 നമുക്ക് പറയാം. കണ്ടില്ല, ഡെൽറ്റ A1 എന്ന് പറഞ്ഞാൽ A1ന്റെ അബ്സല്യൂട്ട് എറർ ആണ്. അപ്പൊ ഡെൽറ്റ A1 = A1 മൈനസ് എ മീൻ, ഡെൽറ്റ A2 = A2 മൈനസ് എ മീൻ. ഈ ഡെൽറ്റ A1 ഡെൽറ്റ A2 എന്നൊക്കെ പറയുന്നതാണ് അബ്സല്യൂട്ട് എറേഴ്സ്. അങ്ങനെ നമ്മൾ 5 എണ്ണത്തിന്റെയും ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5 ഈ 5 അബ്സല്യൂട്ട് എറേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ മീൻ എടുത്തു. എന്ന് വെച്ചാൽ ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് ഡെൽറ്റ A4 പ്ലസ് ഡെൽറ്റ A5 ബൈ 5. ടോട്ടൽ നമ്പർ ഓഫ് ഈ എല്ലാ അബ്സല്യൂട്ട് എറേഴ്സിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? നമുക്ക് അബ്സല്യൂട്ട് എററിന്റെ അരിത്മെറ്റിക് മീൻ കിട്ടി. അരിത്മെറ്റിക് മീൻ ഓഫ് ഓൾ ദ അബ്സല്യൂട്ട് എറേഴ്സ്, എല്ലാ അബ്സല്യൂട്ട് എറേഴ്സിന്റെയും അരിത്മെറ്റിക് മീൻ കിട്ടി. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ ഡെൽറ്റ എ മീൻ എന്ന് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ വാല്യൂസിന്റെ അരിത്മെറ്റിക് മീൻ, ഓരോ ഒബ്സർവേഷന്റെ അരിത്മെറ്റിക് മീൻ നമ്മൾ എ മീൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഡെൽറ്റ എന്റെ അബ്സല്യൂട്ട് അരിത്മെറ്റിക് മീൻ നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഡെൽറ്റ എ മീൻ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ 2 കാര്യങ്ങൾ അതിൽ പഠിച്ചത്. ഒന്ന്, നമുക്ക് കിട്ടിയ വാല്യൂ നമ്മളൊരു ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമുക്കിപ്പോ ഒരു 5 ഒബ്സർവേഷൻസ് ഞാൻ നടത്തി. അപ്പൊ ഓരോ എന്നിട്ട് 5ന്റെ ആവറേജ് എടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കണം എന്താ, ഞാൻ സ്റ്റാർട്ടിംഗ് ഒരു സെഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു ട്രൂ വാല്യൂനോടുള്ള ട്രൂ വാല്യൂ ഉണ്ടാവില്ല, എല്ലാത്തിനും ഒരു ട്രൂ വാല്യൂ ഉണ്ടാവും. അതിലേക്കുള്ള ഡിഫറൻസ് ആണ് അതിന്റെ എറർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 5 സെന്റിമീറ്റർ ആണ് ഒരു ഒബ്ജക്റ്റിന്റെ ട്രൂ ലെങ്ത് എങ്കിൽ നമ്മൾ 4.8 എന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ എറർ എത്രയാ? 0.2 ആണ്. 5 ഉള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന 4.8 ആയിട്ട് മാത്രമാണ്, അല്ലെ? അപ്പം ട്രൂ വാല്യൂയിലേക്കുള്ള ഡിഫറൻസിനാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ട്രൂ വാല്യൂ ഒരിക്കലും നമുക്ക് ട്രൂ വാല്യൂ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ ഇവിടെ മീൻ എടുത്തു കഴിഞ്ഞാൽ, ഈ 5 ഒബ്സർവേഷൻ നടത്തി, ആ 5 ഒബ്സർവേഷനും കൂടി ചേർന്ന് അതിന്റെ മീൻ എടുത്തു കഴിഞ്ഞാൽ ഈ മീനിനെ നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം.
അപ്പൊ ഇതാണ് നമ്മൾ ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് എല്ലാ ഒബ്സർവേഷനെയും ട്രൂ വാല്യൂയുടെ ഡിഫറൻസ് കണ്ടെത്തും. അതെന്താണ്? ഓരോ ഒബ്സർവേഷന്റെ എറർ ആണ് അല്ലെ. ഇത് ട്രൂ വാല്യൂ ഒക്കെ എടുക്കാം. അഞ്ച് ഒബ്സർവേഷൻസ് കണ്ടെത്തി 5 ഒബ്സർവേഷന്റെയും ആവറേജ് നമ്മൾ എടുത്തു. ആവറേജ് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ നമ്മൾ എടുത്തു. ഈ അരിത്മെറ്റിക് മീൻ എടുത്തപ്പോൾ ആ വാല്യൂ നമ്മൾ ട്രൂ വാല്യൂ ഒക്കെ മനസ്സിലാക്കുന്നു. വി ആർ കൺസിഡറിങ് ദാറ്റ് വാല്യൂസ് ടു ബി ട്രൂ വാല്യൂ. അത് ആവണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിന് ട്രൂ വാല്യൂ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പറയുന്നു ഓരോ ഇൻഡിവിജ്വൽ വാല്യൂവും ഈ നമ്മൾ പുതിയത് കൺസിഡർ ചെയ്ത ട്രൂ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് ആ ഇൻഡിവിജ്വൽ വാല്യൂന്റെ എറർ അല്ലെ. അപ്പൊ നമ്മളുടെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്ന സാധനം എന്താ? ഈ പറയുന്ന പോലെ ഓരോ വാല്യൂന്റെ എറർ ആണ്. എറർ കാണണമെങ്കിൽ നമുക്ക് ശരിക്കും എന്താണ് ട്രൂ വാല്യൂ വേണം. പക്ഷെ ട്രൂ വാല്യൂ ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? അരിത്മെറ്റിക് മീൻ ഓഫ് ഓൾ വാല്യൂസ് എടുത്തത്. എന്നിട്ട് അതിനെ ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. എന്നിട്ട് എറർ കണ്ടെത്തി, ഓരോന്നിന്റെ എറർ കണ്ടെത്തി. ആ എറർ ആണ് അബ്സല്യൂട്ട് എറർ. ഈ ഓരോന്നിന്റെയും എറർ നമ്മൾ എന്ത് ചെയ്തു? ആവറേജ് എടുത്തു. അപ്പൊ എന്താണ്? നമ്മൾ ടോട്ടൽ നടത്തിയ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. ആ എക്സ്പെരിമെന്റിൽ നമ്മൾ ടോട്ടൽ നടത്തിയ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, 5 വട്ടം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ലെങ്ത് അളക്കാൻ 5 വട്ടം നമ്മൾ ലെങ്ത് അളന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ 5 വട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ വട്ടം നമുക്ക് നടത്തിയപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു കോൾ വന്നു. ജസ്റ്റ് മെസ്സേജ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 5 വട്ടം നമ്മൾ മെഷർ ചെയ്തപ്പോ അതിൽ ഓരോ വട്ടം ചെയ്തതിന്റെ എറർ ആണ് അബ്സല്യൂട്ട് എറേഴ്സ്. 1 ഫസ്റ്റ് വട്ടം ചെയ്തതിന്റെ എറർ 1, സെക്കൻഡ് ചെയ്തതിന്റെ അബ്സല്യൂട്ട് എറർ ആണ് ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത് ടോട്ടൽ നിങ്ങൾ 5 വട്ടം ചെയ്തല്ലോ, ഇതിന്റെ എല്ലാം കൂടി എററിന്റെ ആവറേജ് എത്ര വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എന്ത് അരിത്മെറ്റിക് മീൻ ഓഫ് ഓൾ ദ അബ്സല്യൂട്ട് എറേഴ്സ്. അപ്പൊ നമ്മൾ ചെയ്ത ടോട്ടൽ ഒബ്സർവേഷൻസ് ഉണ്ടല്ലോ, ആ ടോട്ടൽ ഒബ്സർവേഷൻസിന്റെയും ടോട്ടലായിട്ട് നമുക്ക് വന്ന എററിന്റെ ആവറേജ്, ആ ആവറേജ് ആണ് നമ്മുടെ ഡെൽറ്റ എ മീൻ. അപ്പൊ എ മീൻ എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തതിന് ശേഷമാണ് ഡെൽറ്റ എ മീൻ കണ്ടെത്തുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നു, നമ്മൾ ഇങ്ങനെ ഒബ്സർവേഷൻസ് നടത്തിയതിന് ശേഷം നമ്മൾ പറയുന്നു ഇതിന്റെ എന്താണ് ഇപ്പൊ നമ്മൾ മെഷർ ചെയ്തതിന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ എന്ന് റെപ്രസെന്റ് ചെയ്യണമെന്ന്. എന്ന് വെച്ചാൽ നമ്മളിപ്പം 5 വട്ടം ഒരു മെഷർമെന്റ് നടത്തി, ഒരു സാധനത്തിന്റെ ലെങ്ത് 5 വട്ടം അളന്നു നോക്കി. ഈ 5 വട്ടം അളന്നു നോക്കിയിട്ട് നമ്മൾ അതിന്റെ ആവറേജും കണ്ടെത്തി, അതിന്റെ എററിന്റെ ആവറേജും കണ്ടെത്തി. എന്നിട്ട് നമ്മൾ എഴുതും ആവറേജ് പ്ലസ് ആവറേജ് ഓഫ് എറർ, അഥവാ എ മീൻ പ്ലസ് ഡെൽറ്റ എ മീൻ. നമ്മൾ മെഷർ ചെയ്തതിന്റെ ആവറേജ് പ്ലസ് അതിലുള്ള എററിന്റെ ആവറേജ്, പ്ലസ് എന്നല്ല പ്ലസ് ഓർ മൈനസ്. ആ എറർ എന്ന് പറയുന്ന ഒന്നിലും കൂടാം കുറയാം, അതൊരു അൺസർട്ടേണിറ്റി ആണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സോർട്ട് ഓഫ് അൺസർട്ടേണിറ്റി ആണ്. അത് ചിലപ്പോൾ അങ്ങോട്ട് കൂടിയെന്നിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കാം. നമ്മുടെ മെഷർമെന്റിലുള്ള ഒരു അൺസർട്ടേണിറ്റി ആണ്. അപ്പൊ നമ്മൾ മെഷർമെന്റിനെ, നമുക്ക് എറേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മെഷർമെന്റ്, നമ്മളിങ്ങനെ ജസ്റ്റ് നടത്തിയ ഒരു ഒബ്സർവേഷനെ നമ്മൾ എററിന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ എറർ റെപ്രസെന്റേഷനിലേക്ക് മാറ്റി. അപ്പൊ A1, A2, A3, A4, A5 എന്നുള്ള ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്തു? എറർ മെത്തേഡിലേക്ക് കൊണ്ടുവന്ന് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്ത് മെഷർമെന്റ് ആണെങ്കിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഈ പാർട്ട് ക്ലിയർ ആണോ മൊത്തം? ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരട്ടെ. ജസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത എക്സാമ്പിൾ അല്ല, വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാനിപ്പോ ചെയ്ത് ഒരു എക്സാമ്പിൾ പറയാം. ആരെങ്കിലും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. ഈ ഇത് കാണുന്നുണ്ടോ? വൈറ്റ് ബോർഡ് കാണുന്നില്ലേ? കാണുന്നുണ്ടോ വൈറ്റ് ബോർഡ്? ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ഓഫ് വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ, വൈറ്റ് ബോർഡിലേക്ക് ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ. ഞാനൊരു എക്സാമ്പിൾ തരാം. ഇന്റെ ഒബ്സർവേഷൻസ് ഇതാണ് 4, 5, 4.5, 3. 4, 5, 4.5, 3 ഈ 3 ഒബ്സർവേഷൻസ്
നമുക്ക് കിട്ടി. 3 അല്ല, എത്ര നാള് 4 ഒബ്സർവേഷൻസ് തന്നു. ഇതിനെ നിങ്ങൾ എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ ആദ്യം ആരാക്കും നോക്കാം. ഞാൻ ഇതിപ്പോ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സാധനത്തെ അളന്നതായിരിക്കും. ഒരാളെ കൊണ്ട് ഞാൻ മെഷർ ചെയ്യാൻ പറഞ്ഞു. അവൻ ആദ്യത്തെ മെഷർമെന്റിൽ 4 സെന്റിമീറ്റർ കിട്ടി, രണ്ടാമത്തെ മെഷർമെന്റിൽ അവന് 5 സെന്റിമീറ്റർ എഴുതി, മൂന്നാമത്തെ മെഷർമെന്റിൽ അവൻ നോക്കിയപ്പോൾ 4.5 ആയി തോന്നി, നാലാമത്തെ അവൻ 3 തോന്നി. ഇത്രയും വലിയ ഡിഫറൻസ് ഒന്നും വരാൻ പാടില്ല. എന്നാ പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. അപ്പൊ ഇതിന് നമ്മൾ ഇതിന്റെ എറർ എത്ര, ആദ്യം ആവറേജ് കാണാം, പിന്നെ അബ്സല്യൂട്ട് എറർ കാണാം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും ഐഡിയ മനസ്സിലാവാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നെ, ഞാൻ ക്വസ്റ്റ്യൻ വെച്ചിട്ടില്ലായിരുന്നു, പിന്നെ ഒന്ന് മനസ്സിലായിക്കോട്ടെ ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, ഞാനിപ്പോ ടൈം എത്രയായി? 8:17 കേട്ടോ. 8:19 മുമ്പ് ആരെങ്കിലും ചെയ്ത് തീർക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല, സ്പീഡിൽ ചെയ്യാൻ വേണ്ടിട്ടാ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ചെയ്ത് നോക്കുന്നില്ല എല്ലാവരും? എ മീൻ കണ്ടെത്താ, ഡെൽറ്റ A1 ഡെൽറ്റ A2 ഡെൽറ്റ A3 അങ്ങനെ കണ്ടെത്താം, ലാസ്റ്റ് ഡെൽറ്റ എ മീനും കണ്ടെത്താം. എന്നിട്ട് ഈ ഫോർമാറ്റിൽ A is equal to ഡെൽറ്റ A മീൻ പ്ലസ് ഓർ മൈനസ് A മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A മീൻ റെപ്രസെന്റേഷനിലേക്ക് മാറ്റാം. ഈ ഐഡിയ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്യിപ്പിക്കുന്നത്. കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അഗയില് കിട്ടിയോ? കംപ്ലീറ്റ് എത്തിയിട്ടില്ലെങ്കിലും എത്തിയത് വെച്ച് ആരെങ്കിലും പറ. യതിശ്രീ എവിടെത്തി? എ മീൻ കണ്ടെത്തിയോ? എ മീൻ എത്രയാ? 4.125. ഓക്കെ, 4.125 ആണ് എ മീൻ കിട്ടുന്നത്. അതെങ്ങനെയാ കണ്ടെത്തിയത്? 4 + 5 + 4.5 + 3/4 അല്ലേ? 4.125 എ മീൻ കിട്ടി. ഇനി ഡെൽറ്റ എ മീൻ കണ്ടെത്താൻ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഡെൽറ്റ A1 = 4.125 - 4. ഓക്കെ, അങ്ങനെ എത്ര സെക്കൻഡ് A2 ചെയ്യാണ് സർ. A2 ചെയ്യാണ്. ഓക്കെ, ആരെങ്കിലും മൊത്തം ചെയ്തിട്ടുണ്ടോ? A2 A3 A4 ചെയ്തോ? ബാക്കി ചെയ്തോ? ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? എന്നാ ചെയ്, അത് യതിശ്രീ ചെയ്യും. ബാക്കി എല്ലാവരും എവിടെ എത്തി? ഞാൻ ചോദിക്കാം. അമൻ എവിടെ എത്തി? സർ മീൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഏതാണ് മീൻ? ഫസ്റ്റത്തെ മീനാണോ അല്ലെങ്കിൽ ഡെൽറ്റ എ മീനാണോ? ഫസ്റ്റത്തെ മീൻ. ഓക്കെ, അത് കണ്ടെത്തിയോ? അത് കണ്ടെത്താൻ സിമ്പിൾ അല്ലേ? അത് ആഡ് ചെയ്തിട്ട് /4 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അന്ന എവിടെ എത്തി? അന്ന ചെയ്തോ? അന്ന റോസ്. ഡെൽറ്റ A1 അത് കണ്ടുപിടിച്ചു, ഡെൽറ്റ A4 വരെ. ഓക്കെ, ഇനി ഡെൽറ്റ എ മീൻ കണ്ടെത്താ എന്താ അറിയോ? എന്താ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്? ഇനി ഡെൽറ്റ A1 + ഡെൽറ്റ A2 ഡെൽറ്റ A3 + ഡെൽറ്റ A4. ഓക്കെ, അത് ശരി. കാൽക്കുലേറ്റർ യൂസ് ചെയ്തോ, കുഴപ്പമില്ല, സ്പീഡിൽ കാണാൻ. അത് ശരി. ആർക്കെങ്കിലും ഡെൽറ്റ എ മീൻ കിട്ടിയോ? യതിശ്രീ കിട്ടിയോ? ഞാൻ വേറെ കൂടി ചോദിക്കാം. തമന്ന എവിടെ എത്തി? ഡെൽറ്റ എ മീൻ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഡെൽറ്റ എ മീൻ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് മൈക്ക് ഓൺ ആക്കി പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിക്കുന്നത് നോക്കണ്ട. കിട്ടിയവരുണ്ടെങ്കിൽ പറയാം. ഈസം പറ. 4.125 ± 0.625. ഓക്കെ, ഡെൽറ്റ എ മീൻ 0.625 ആണ് അല്ലേ? 0.625. ഓക്കെ, 0.625. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. വേറെ ആരെങ്കിലും കൂടി ഒന്ന് ആൻസർ പറഞ്ഞാൽ കൺഫേം ആക്കാം. 0.625 ഇട്ടുണ്ടോ? കിട്ടി സർ, 0.625. ഓക്കെ, 0.625. അപ്പം ഇപ്പൊ ഇസാം പറഞ്ഞതുപോലെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെ വെച്ചാല് ഇസാൻ ഒന്നുകൂടി പറയാം ആൻസർ.
4.125 plus or minus 0.625. ഓക്കെ, അപ്പൊ ഈ ഒബ്സർവേഷൻ റെപ്രസെന്റ് ചെയ്യേണ്ടത് 4.125 പ്ലസ് ഓർ മൈനസ് 0.625 എന്ന് വെച്ചാൽ നമ്മുടെ എ മീന് പ്ലസ് ഓർ മൈനസ് എറർ, ദാറ്റ് എറർ ഫാക്ടർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയി, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളൊരു ഇത് വന്നു. ഓക്കെ, നമുക്ക് ഇനി ചെയ്ത് തീർക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് ചെയ്യാം പിന്നെ. ഓക്കെ, ഇനി അടുത്ത കൺസെപ്റ്റ് ഈസിയാണ്, റിലേറ്റീവ് എറർ ഓർ പെർസെന്റേജ് എറർ. ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് വരുന്ന കൺസെപ്റ്റ് ആണ്, യൂസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തിക്കാനി. റിലേറ്റീവ് എറർ ഓർ പെർസെന്റേജ് എറർ. The relative error is the ratio of the mean absolute error delta A mean to the mean value A mean of the quantity. എന്ന് വെച്ചാൽ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒബ്സർവേഷൻ റിലേറ്റീവ് എറർ ഒന്ന് വേഗം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് ആൻസർ ഇപ്പൊ നാൾക്ക് പറയാം. ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ചെയ്താൽ റിലേറ്റീവ് എറർ കിട്ടും. നമുക്ക് ഇപ്പത്തേൽ എ മീനും കിട്ടിയിട്ടുണ്ട്, ഡെൽറ്റ എ മീനും കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. അല്ല ഇസനെ പറ, ഇത് കിട്ടിയില്ലേ? സർ ആരാ കിട്ടിയേ? 0.151515 അങ്ങനെ 0.15 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാല. 0.15 ആണ് അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. എന്തൊക്കെയാ ഡിവൈഡ് ചെയ്ത്? 0.15 ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ആരെങ്കിലും ഒരാളും കൂടി പറ. 0.15 അല്ലേ? ഓക്കെ, അപ്പൊ റിലേറ്റീവ് എറർ 0.15 കിട്ടി. അങ്ങനെയാണെങ്കിൽ when the relative error is expressed in percentage, ഈ റിലേറ്റീവ് എററിനെ ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് എറർ കിട്ടും. അപ്പൊ ഇൻറ്റു 100 ചെയ്താൽ എത്ര? 15% അല്ലെ? 15.15% വരും അല്ലെ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ ഇയാള് മെഷർ ചെയ്ത് ഞാൻ തന്നല്ലോ 4.53. ഇയാളിൽ ഒരു ആവറേജ് എറർ ആയിട്ട് ഒരു 15% എറർ ഉണ്ട് അയാളുടെ മെഷർമെന്റിൽ നിന്നാണ്. ഇതിന്റെ ഒരു നമുക്ക് അവസാനമായിട്ട് കിട്ടിയ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അയാൾ മെഷർ ചെയ്ത മെഷർമെന്റിൽ 15% എററിന് സാധ്യത ഉണ്ട്. ക്ലിയർ ആയോ? അപ്പൊ റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ, അതിനെ ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് എറർ കിട്ടി. അപ്പൊ ഒറിജിനൽ വാല്യൂന്ന് എത്രത്തോളം എറർ ഉണ്ട് എന്നുള്ളതാണ് ആ പെർസെന്റേജ് എറർ വെച്ച് കാണിക്കുന്നത്. അപ്പം അയാൾ മെഷർ ചെയ്ത ഈ മെഷർമെന്റിൽ 15% എറർ ഉണ്ട്. ക്ലിയർ ആണോ? ആ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് റിലേറ്റീവ് എററും പെർസെന്റേജ് എററും തമ്മിലുള്ള കൺസെപ്റ്റ്. അത് ജസ്റ്റ് ഈ ക്വസ്റ്റിന് കൂടെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ആ ഇക്വേഷൻസ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. നിങ്ങൾ ലെക്ചർ നോട്ട്സ് കീപ്പ് ചെയ്യട്ടോ. ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ്സ് ഒന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടില്ല. അതുകൊണ്ട് ലെക്ചർ നോട്ട്സ് കീപ്പ് ചെയ്യാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതാനില്ല ഇതിൽ. പെർസെന്റേജ് എറർ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100%. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? We measure the period of oscillation of a simple pendulum in successive measurements. The readings turn out to be 2.63, 2.56, 2.42, 2.71 and 2.8. Calculate the absolute error. Okay, ഈ ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് ഇപ്പൊ ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോളൂ. ഞാൻ ടാസ്ക് ആയിട്ടും തരുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ. കാരണം നമ്മളിപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ള ഓർമ്മയില്ലായിരുന്നു. ഓക്കെ, നമ്മളൊരു എക്സാമ്പിൾ ചെയ്തല്ലോ, അതേ സാധനം തന്നെ ചെയ്യാനുള്ളത്. നമ്മൾ റിലേറ്റീവ് എററും കണ്ടെത്തി, അബ്സല്യൂട്ട് എറേഴ്സും കണ്ടെത്തി, പെർസെന്റേജ് എററും കണ്ടെത്തി. ഓക്കെ, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ചെയ്യാം. ഞാൻ ടാസ്ക് ആയിട്ട് തരുന്നില്ല, നിങ്ങൾ ചെയ്യാം. ആൻസർ NCERT ഉണ്ട്, എക്സാമ്പിൾ 2.7. ഓക്കെ, എക്സാമ്പിൾ 2.6 ഇതൊന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഞാന് ഓക്കെ നമുക്ക് നോക്കാം. 2 clocks are being tested against a standard clock located in a national laboratory. At 12 noon by the standard clock, the readings of the 2 clocks are ഓക്കെ, 2 ക്ലോക്കുകൾ ഒരു സ്റ്റാൻഡേർഡ് ക്ലോക്കുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യാണ്. അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 2 ക്ലോക്ക് ഉണ്ട്, ആ 2 ക്ലോക്കിന്റെയും ഡിഫറെന്റ് ടൈമുകൾ തന്നിട്ടുണ്ട്. ഒരേ സമയത്ത് അത് കാണിക്കുന്നത് 12 മണിയാണ്. ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് ക്ലോക്ക് തന്നിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ക്ലോക്ക്, ഒരു ലബോറട്ടറിയിലുള്ള സയന്റിഫിക് ആയിട്ട് സ്റ്റാൻഡേർഡ് ക്ലോക്ക് ഉണ്ട്. അതിൽ കാണിക്കുന്ന 12 മണിയാണ്. ആ സമയത്ത് വേറെ 2 ക്ലോക്ക് ഉണ്ട്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ക്ലോക്കിൽ 12 മണി 0000 എന്ന് കൃത്യമായി കാണിക്കുന്ന സമയത്ത് ക്ലോക്ക് 1 കാണിക്കുന്നത് 12:05 ആണ്, ക്ലോക്ക് 2 കാണിക്കുന്നത് 10:15 ആണ്.
സ്റ്റാൻഡേർഡ് ക്ലോക്ക് പറഞ്ഞാൽ വേറെ തന്നെ ക്ലോക്ക് ആട്ടോ, അത് നമ്മുടെ റെഫറൻസ് ക്ലോക്ക് ആണ്. ക്ലോക്ക് 1 ക്ലോക്ക് 2 വേറെ ക്ലോക്ക്. അപ്പൊ മൺഡേ തിങ്കളാഴ്ച ആ ക്ലോക്കിൽ ഈ 12 മണിക്ക് തിങ്കളാഴ്ച നമ്മുടെ സ്റ്റാൻഡേർഡ് ക്ലോക്കിൽ 12 മണിക്ക്. ആ കാര്യം മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ക്ലോക്ക് പറഞ്ഞാൽ ഒരു സയൻസ് നാഷണൽ ലബോറട്ടറിയിലുള്ള സയന്റിഫിക് ആയിട്ട് അത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട്. അതിലെ 12 മണിക്ക് ക്ലോക്ക് 1 മൺഡേ 12:00:05 കാണിക്കുന്നു. അതേസമയം 10:15 ക്ലോക്ക് 2 കാണിക്കുന്നത്. ഭയങ്കര ഡിഫറൻസ് കാണിക്കുന്നത്. 10:15 പക്ഷെ ആ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ട്യൂസ്ഡേ ഈ ക്ലോക്ക് എടുത്ത് നോക്കിയപ്പോ ഫസ്റ്റ് ക്ലോക്ക് 12:01:15 കാണിക്കുന്നു. അതേ സമയത്ത് ക്ലോക്ക് 2 10:14:15 കാണിക്കുന്നു. വെനസ്ഡേ 11:59:08 ക്ലോക്ക് 1 അങ്ങനെ എല്ലാത്തിനെയും കാണിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, if you are doing an experiment that requires precision time interval measurements, which of these two clocks will you prefer? Precision ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒരു എക്സ്പെരിമെന്റിൽ precision വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ക്ലോക്ക് വെച്ചിട്ടാണ് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാന്നാണ്. ഇതിൽ ഏത് ക്ലോക്ക് ആയിരിക്കും നിങ്ങൾ എടുക്കാം? പറഞ്ഞോളൂ. ഈ പ്രിസിഷനെ കുറിച്ച് ആർക്കെങ്കിലും അത് ആൻസർ പറയാൻ വേണമെങ്കിൽ പറയാം. കഴിയില്ലെങ്കിൽ ഞാൻ ക്ലൂ തരും, അതിന് ശേഷവും പറയാം. പ്രിസിഷനെ കുറിച്ച് 2 ഡെഫിനിഷൻ ഞാൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 2 ഡെഫിനിഷൻ. പ്രിസിഷന് 2 ഡെഫിനിഷൻ ഉണ്ട്. 2 ഡെഫിനിഷൻ 2 രീതിയിൽ പ്രിസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇസ്ര പറഞ്ഞോ, പ്രിസിഷന്റെ നമ്മൾ ക്ലാസ്സിലിട്ട് പറഞ്ഞിരുന്ന 2 ഡെഫിനിഷൻസ് എന്തായിരുന്നു? Precision tells us to what resolution or limit the quantity is measured. അതൊന്ന് റെസൊല്യൂഷൻ, ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ ഉള്ളതായിരിക്കും പ്രിസിഷൻ അല്ലെ, ഏറ്റവും കൂടുതൽ പ്രിസിഷൻ. പക്ഷേ 0.005 പോയിന്റ് ശേഷം കുറെ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിസൈസ് ആയിരിക്കും. രണ്ടാമത്തെ ഏതാണ്? ഞാൻ അന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, അടുത്ത സ്ലൈഡിൽ തന്നെ ആലോചിച്ചു. അത് എത്ര ക്ലോസ് അല്ലെങ്കിലും ശരിയാവുന്നല്ലേ? ഓക്കെ, എത്ര ക്ലോസ്, അത് അക്യൂറസിയും പ്രിസിഷനും നമ്മൾ എന്താണ്? ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റ് ഓഫ്, വേറെ ട്രൈ ചെയ്യണോ? ഓക്കെ, ഇസാൻ ഓർമ്മ ഉണ്ടോ? ഇസാൻ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി. അതെ, കൺസിസ്റ്റൻസി ആണ് പോയിന്റ്. എന്ന് വെച്ചാല് നമുക്കൊരു 10 സെറ്റ് ഓഫ് വാല്യൂസ് എന്ന് വിചാരിക്കാം. ആ 10 സെറ്റ് ഓഫ് വാല്യൂ അടുത്തടുത്താണ് നിൽക്കുന്നെങ്കിൽ അത് ഹൈലി പ്രിസൈസ് ആണ്. എന്ന് വെച്ചാല് ഞാൻ നേരത്തെ തന്നില്ലേ 4, 5, 4.5, 3 എന്ന് പറഞ്ഞ വാല്യൂസ് ഒന്നില്ലേ നേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അത് വളരെയധികം ഇൻകൺസിസ്റ്റന്റ് ആണ്. ഒരാളോട് ആദ്യം മെഷർ ചെയ്യാൻ പറഞ്ഞു 4 പറഞ്ഞു, 4 തന്നു, 4 ചെയ്തു. പിന്നെ അയാൾ അന്ന് 5 എന്ന് പറഞ്ഞു, പിന്നെ മെഷർ ചെയ്തപ്പോൾ 4.5 എന്ന് പറഞ്ഞു, പിന്നെ മെഷർ ചെയ്തപ്പോൾ 3 എന്ന് പറഞ്ഞു. ഈ വൈറ്റ് ബോർഡിലേക്ക് തന്നെ നോക്കി വേറൊരാൾക്ക് ഞാൻ കൊടുത്തപ്പോൾ അയാൾ 4.9, 5, 4.8, 5.1 എന്ന് പറഞ്ഞു വിചാരിച്ചോ. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രിസൈസ്? സെക്കൻഡ് വൺ ആണ് മോർ പ്രിസൈസ് സെറ്റ് ഓഫ് വാല്യൂ. ഓക്കെ, ഇനി ഇത് അവിടെ നിൽക്കട്ടെ, ഈ സെക്കൻഡ് വൺ നമുക്ക് വേണ്ട, അവിടെ നിൽക്കട്ടെ. ഇത് 4, 5, 4.5, 3. 5 ആണ് ട്രൂ വാല്യൂ എന്ന് വിചാരിച്ചോ. 5 ആണ് ട്രൂ വാല്യൂ. അതിൽ 4, 5, 4.5, 3 കൊടുത്തു. വേറൊരാളെ കൊണ്ട് ഞാൻ മെഷർ ചെയ്യിപ്പിച്ചപ്പം അയാള് 3.1, 3, 3.2, 2.9 ഇങ്ങനെ തന്നു. 5 ആണ് ട്രൂ വാല്യൂ. പക്ഷെ രണ്ടാമത്തെ ആള് മെഷർ ചെയ്തപ്പം 5ന്റെ അടുത്തൊന്നല്ല, അക്യൂറസി വളരെയധികം കുറവാണ്. പക്ഷെ അയാളുടെ ഓരോ വാല്യൂ കൺസിസ്റ്റന്റ് ആണ് അല്ലെ. 3.1, 3, 3.2, 2.9 അടുത്തടുത്താ. അതേസമയം ആദ്യ ആള് 4, 5, 4.5, 3. അപ്പൊ ആളെന്താ? ഇൻകൺസിസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ ആൾക്ക് പ്രിസിഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പ്രിസിഷനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൺസിസ്റ്റൻസി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി നോക്കിയിട്ട് ആർക്കും ആൻസർ പറയാൻ കഴിയുക? ഇതിൽ പ്രിസിഷൻ ആവശ്യമുള്ള ഒരു എക്സ്പെരിമെന്റ്, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ഏത് ക്ലോക്ക് യൂസ് ചെയ്യണം? ഇതിൽ ഏറ്റവും ക്ലോക്ക് 1 ആണോ ക്ലോക്ക് 2 ആണോ പ്രിസൈസ് വാല്യൂസ് തരുന്നത്, കൺസിസ്റ്റന്റ് വാല്യൂസ് തരുന്നത്? സർ പറയാം. ലീവ് ചെയ്തോട്ടെ, എക്സാം ഉണ്ട് സ്കൂളിന്റെ. ഓക്കെ, വേറെ ആരും ലീവ് ചെയ്യുന്നില്ലല്ലോ? സാർ ലീവ് ചെയ്തോട്ടെ. നിങ്ങൾ കണ്ടാക്കുണ്ടല്ലേ, പോയിക്കോളൂ. പറയ്, ട്രൈ ചെയ്തോ. വേറെ ആരും പറഞ്ഞോ? ആർക്കും പറയാം. ക്ലോക്ക് 2 ആരാ പറഞ്ഞ? റീസൺ പറ. യദുശ്രീ.
അത് ക്ലോക്ക് 2 ഒക്കെ 10-15 10-14 ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. ഫ്ലക്ച്വേഷൻ കുറവാണ്. മറ്റേ ആള് 12 1 59 ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ ക്ലോക്ക് 2 തന്നെയാണ് ആൻസർ. അക്യൂറസി കുറവാണെങ്കിലും അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്ലോക്ക് ഭയങ്കര തെറ്റായിട്ടുള്ള ഇൻഫർമേഷനിൽ തരുന്നത് 12 മണി എന്ന് പറഞ്ഞിട്ട് 10:15 തന്നത്. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിനെന്താ പറയാൻ കഴിയാ? നമുക്ക് വേണ്ടത് ആ ഒരു ടൈമാണ്. എന്നുവെച്ചാല് നമുക്ക് ഇപ്പൊ ഏത് സമയത്താണോ എക്സ്പെരിമെന്റ് നടത്തുന്നത് ആ ടൈം അല്ല വേണ്ടത്, എക്സ്പെരിമെന്റിന് എത്ര ടൈം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ ക്ലോക്ക് നമുക്ക് വേണ്ടത് ക്ലിയർ ടൈം വരുന്നതല്ല. നമുക്ക് ആ ക്ലോക്കിൽ ഇപ്പൊ നമ്മൾ നോക്കുമല്ലോ, പൾസ് ഒക്കെ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് വാച്ചിലേക്ക് നോക്കണ കാണാം. പക്ഷെ അവര് ആ സമയത്ത് ആ ടൈം അല്ല നോക്കുന്നത്. എന്ന് വെച്ചാൽ പൾസ് നോക്കുന്ന സമയത്ത് എത്ര മണി ആയി എന്നല്ലല്ലോ അവർ നോക്കുന്നത്, മറിച്ച് 60 സെക്കൻഡ്സിൽ എത്ര പൾസ് ഉണ്ടെന്ന് നോക്കുന്നത്. അപ്പൊ അവർ വാച്ച് നോക്കുന്ന 60 സെക്കൻഡ് ആയോ എന്നാണ്. അപ്പൊ നമുക്ക് നമ്മളെ എക്സ്പെരിമെന്റിൽ നീഡ് എന്ന് പറഞ്ഞാല് എത്ര ടൈം എടുത്തു, എക്സ്പെരിമെന്റ് എത്ര ടൈം ഉണ്ട്, എക്സ്പെരിമെന്റ് പ്രോസസ്സിൽ എത്ര ടൈം എടുത്തു, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനാണ് നമ്മളെ എക്സ്പെരിമെന്റൽ നീഡ്. അതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ അക്യൂറസി ഒരു വിഷയമല്ല. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലോക്ക് 2 ആണ് കൂടുതൽ പ്രിസൈസ് എന്നുള്ളത്. ഹലോ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ എപ്പോഴാ പോയത്? കണക്ഷൻ പോയിന്റെ എന്റെ കണക്ഷൻ പോയിരുന്നോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ. കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? സർ ഇടയ്ക്ക് കുറച്ച് സമയം പോയിട്ടുള്ളൂ. എവിടെ ഒന്നല്ല പോയത്? എല്ലാരും പോയി. നിങ്ങളാരും കാണാൻ പറഞ്ഞതിന് ശേഷം എവിടെയായിരുന്നു? ക്ലോക്ക് 2 ആണ് പ്രിസിഷൻ കൂടുതൽ അതുവരെ പറഞ്ഞതിന് ശേഷം. ഓക്കെ ക്ലോക്ക് 2. അപ്പൊ അതോ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോ ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? മാസ് മെഷർ ചെയ്യാൻ നെറ്റ്വർക്ക് എന്തോ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ എത്രയാണ്? ഞാൻ എപ്പോഴാ പോയത്? എത്ര നേരമായി? ആ സംഭവം കേട്ടിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞു തുടങ്ങി. ഓക്കെ, ഒന്നുകൂടി പറയാം. നെറ്റ്വർക്ക് എന്തോ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏതൊരു സാധനം നമുക്ക് ജസ്റ്റ് ഒരു മെഷർമെന്റ് മാത്രമായിരിക്കില്ല, നമുക്കിപ്പോ ഡെൻസിറ്റി കാണേണ്ടി വരും, അല്ലെങ്കിൽ ഒരുപാട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ അവിടെ നമ്മൾ മാസ് മെഷർ ചെയ്യണം, വോളിയം മെഷർ ചെയ്യണം. വോളിയം മെഷർ ചെയ്യണമെങ്കിൽ ചിലപ്പം നമുക്ക് ലെങ്ത് മെഷർ ചെയ്യണം. പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഡെൻസിറ്റി കാണാൻ തന്നെ ഒരുപാട് ഒബ്സർവേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് മെഷർമെന്റ്സോ എടുക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഓരോ മെഷർമെന്റ്സിനും എറർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ എറേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഡെൻസിറ്റിയുടെ എറർ ആയിട്ട് മാറുമല്ലോ. ലൈക്ക് നമ്മളിപ്പോ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ മാസ് മെഷർ ചെയ്യുന്നു, വോളിയം മെഷർ ചെയ്യുന്നു. മാസ് മെഷർ ചെയ്യുന്നതിന് എറർ ഉണ്ട്, വോളിയം മെഷർ ചെയ്യുന്നതിന് എറർ ഉണ്ട്. ഈ രണ്ട് എററും ഡെൻസിറ്റിയിൽ ഒരു എറർ ഉണ്ടാക്കുമല്ലോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെൻസിറ്റിയിൽ എറർ ഉണ്ടാക്കുമല്ലോ. കാരണം നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങളിൽ എറർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തുണ്ടാകുമ്പോൾ ഡെൻസിറ്റിക്കും എറർ ഉണ്ടാവും. ആ എറർ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യപ്പെടുന്നത്, അത് എങ്ങനെയാണ് ഡെൻസിറ്റിയിലേക്ക് എത്തുന്നത്, ഡെൻസിറ്റിയിൽ എങ്ങനെയാണ് നമ്മൾ എറർ കണ്ടെത്തേണ്ടത് എന്നുള്ളതാണ് കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പൈൻഡ് എറർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു സം ഓർ ഡിഫറൻസ്. ഇപ്പൊ ഡെൻസിറ്റി പറഞ്ഞാലും റേഷ്യോ ആണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഒരു ഡിവിഷൻ ആണ്. അതേസമയം എറർ ഓഫ് സം ഓർ ഡിഫറൻസ് അഡീഷനും സബ്ട്രാക്ഷനും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എറർ വരുന്നത്? ഇത് NCERT അതുപോലുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. സപ്പോസ് 2 physical quantities A and B having measured. Okay,
രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ നേരത്തെ മെഷർ ചെയ്തു. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ചെയ്തില്ലേ, 4, 5, 4.5, 3. അത് വെച്ചിട്ട് നമ്മൾ എ മീൻ പ്ലസ് ഓർ മൈനസ് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ എഴുതിയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാല് നമുക്ക് പോലെ രണ്ട് വയറിന്റെ ലെങ്ത് കാണണം, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മളൊരു എക്സ്പെരിമെന്റ് ഇതാണ്. ഒരു നിക്കൽ വയറും ഒന്ന് വേറെ ഏതെങ്കിലും ഒരു സിൽവറോ അല്ലെങ്കിൽ എന്താ വാട്ട് എവർ ഇറ്റ് ബി, രണ്ട് ഡിഫറെന്റ് വയേഴ്സ് ആണ്. അതുകൊണ്ട് രണ്ടും ഡിഫറെന്റ് ഇതാക്കിയിട്ട് അത് രണ്ടിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ലെങ്ത് കാണണം. അപ്പൊ ഇതാണ് നമ്മൾ വർക്ക്. അപ്പൊ ആദ്യത്തെ ഒന്നിന്റെ ലെങ്ത് നമ്മൾ കണക്കാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, അത് 5 വട്ടം മെഷർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയട്ടെ, 5 വട്ടം 10 വട്ടം മെഷർ ചെയ്യാം. ഏറ്റവും കൂടുതൽ മെഷർ ചെയ്ത് അത്രയും നല്ലത്. എന്നിട്ട് 5 വട്ടം മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മീൻ എടുക്കുന്നു. മീൻ എടുത്തിട്ട് അബ്സല്യൂട്ട് എറർ കാണുന്നു. അബ്സല്യൂട്ട് എറർ കണ്ടിട്ട് അതിന്റെ മീൻ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ എഴുതുന്നു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ. അതാണ് ക്വാണ്ടിറ്റി എ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ഈ ചെയ്ത പണികൾ നമ്മൾ ഇതിൽ ചെയ്ത പണികളൊക്കെ ചെയ്തിട്ട് റെഡി ആയി നിൽക്കുകയാണ് അവിടെ. രണ്ടാമത്തെ ഒരു വയറിനെ നമ്മൾ കണക്കാക്കുന്നു. ആ വയറിനെ നമ്മൾ ഇതുപോലെ 5 വട്ടം മെഷർ ചെയ്യുന്നു. 5 വട്ടം മെഷർ ചെയ്തിട്ട് അതിന്റെ മീൻ കണ്ടെത്തുന്നു, അബ്സല്യൂട്ട് എറർ കണ്ടെത്തുന്നു, ആ അബ്സല്യൂട്ട് എററിന്റെ മീൻ കണ്ടെത്തുന്നു. എന്നിട്ട് നമ്മൾ അതിനെ നമ്മൾ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതി. അപ്പൊ രണ്ട് ക്വാണ്ടിറ്റീസ്, രണ്ട് ലെങ്ത് കിട്ടി നമുക്ക്. ഇനി നമ്മുടെ ഡ്യൂട്ടി ഇത് രണ്ടും ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മുടെ കയ്യിൽ മെഷർമെന്റ് കഴിഞ്ഞു, നമുക്ക് അത് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് നോക്കുമ്പോൾ, ആഡ് ചെയ്യുന്ന വാല്യൂ ആണ് സെഡ് എന്ന് വിളിക്കാം. ടോട്ടൽ വാല്യൂ സെഡ്. ലെറ്റ്സ് കോൾ സെഡ് വാട്ട് എവർ ഇറ്റ് ബി, നമ്മൾ സെഡ് എന്ന് വിളിക്കുന്നു. സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. നമ്മൾ അഡീഷൻ ആണ് എ പ്ലസ് ബി നമുക്ക് ചെയ്യേണ്ടത്. എ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും ബി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയും ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തതിന് ഒരു എറർ ഉണ്ടാവും. എന്ന് വെച്ചാല് സെഡിന് ഒരു എറർ ഉണ്ടാവുമല്ലോ, എയും ബിയും എറർ ഉണ്ടായതുകൊണ്ട് സെഡിൽ എറർ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ ഡെൽറ്റ സെഡ് എന്ന് വിളിക്കാം. ആ ഡെൽറ്റ സെഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എയിലുള്ള എററും ബിയിലുള്ള എററും കമ്പൈൻ ചെയ്തിട്ട് ഒരു എറർ ഉണ്ടാവും, അത് സെഡിൽ ഉണ്ടാക്കും. ആ എററിനെ നമ്മൾ ഡെൽറ്റ സെഡ് എന്ന് വിളിക്കും. നമുക്ക് അത് അറിയില്ല കേട്ടോ, അതാ കണ്ടെത്തണ്ടേ. അത് നമ്മൾ ഡെൽറ്റ സെഡ് എന്ന് വിളിക്കുന്നു. അപ്പൊ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം അല്ലെ. ഇതിൽ കൂടെ എ പ്ലസ് ബി എന്നുള്ളത് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇതിൽ കൂടെ which is equal to z plus or minus delta z. ഇതിൽ നമുക്കൊരു കാര്യം അറിയാം, സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയാം z is equal to a plus b ആണ്, മേലെ തന്നിട്ടുണ്ട്. അപ്പം ആകെ വരുന്ന ഡെൽറ്റ z ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് വരും. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എഴുതി നോക്കാം, ഞാൻ വേണമെങ്കിൽ ഇതിൽ കാണിച്ചു തരാം. അപ്പം z is equal to a plus b എന്ന് എഴുതി, z plus delta z is equal to a plus delta a plus b plus delta b എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്താ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? z പ്ലസ് ഡെൽറ്റ z എന്നുള്ളതിന് a പ്ലസ് b പ്ലസ് ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b എന്ന് എഴുതാം. z ഉം a പ്ലസ് ബിയും ഈക്വൽ ആണ്, നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ z എന്ന് പറഞ്ഞാൽ ഡെൽറ്റ a പ്ലസ് ഡെൽറ്റ b ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ ഇത്ര സംഭവിക്കാൻ പഠിക്കാനൊന്നുമില്ലട്ടോ, ഇത്രേ ഉള്ളൂ. കാര്യം എന്താ വെച്ചാല് അഡീഷൻ സംഭവിക്കുമ്പോൾ എറേഴ്സ് ആഡപ്പ് ചെയ്യും, അഡീഷനിലും സബ്ട്രാക്ഷനിലും. ഈ സബ്ട്രാക്ഷനിൽ നോക്കും, സബ്ട്രാക്ഷനിൽ എങ്ങനെ സംഭവിക്കും നോക്കും, അവിടെ മൈനസ് ആവുകയല്ലേ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. z is equal to a minus b. അപ്പം z പറഞ്ഞ z പ്ലസ് ഡെൽറ്റ z is equal to a പ്ലസ് ഡെൽറ്റ a മൈനസ് ബി പ്ലസ് ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ, മൈനസിൽ എല്ലാത്തിലും ബ്രാക്കറ്റ് ചെയ്താൽ മൈനസ് ആവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെൽറ്റ ബി കാരണം ക്വാണ്ടിറ്റിനെ മൊത്തം മൈനസ് ചെയ്യാണ്. z പ്ലസ് ഡെൽറ്റ z is equal to a പ്ലസ് ഡെൽറ്റ a മൈനസ് ബി മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, z പ്ലസ് ഡെൽറ്റ z is equal to a മൈനസ് ബി എന്നും ഇവിടെ എന്താ ഉണ്ടാവുക, a മൈനസ് ബി എന്നും ഇവിടെ പ്ലസ് ഡെൽറ്റ a മൈനസ് ഡെൽറ്റ ബി എന്നുണ്ടാവും.
അതിൽ നിന്ന് പ്ലസ് ഡെൽറ്റ ആയി വരിക എ മൈനസ് ബി. ഇവിടെ എന്താ കൊടുത്തത്? എ പ്ലസ് എ മൈനസ് ബി. ഓക്കെ, ഇതിൽ നോക്കാം. എ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ സിക്കൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പൊ ഇവിടെ എ മൈനസ് ബി ഓക്കെ ആണ്. ഓക്കെ, ഇത് നമ്മൾ പ്ലസ് ഓർ മൈനസ് ആണല്ലോ വരുന്നത്. സോറി, ഇത് നിങ്ങൾ ഫസ്റ്റത്തേൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എ പ്ലസ് ഡെൽറ്റ എന്നാണ് എഴുതിയത്. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഈ എറേഴ്സ് ഒക്കെ പ്ലസ് ഓർ മൈനസ് പ്ലസ് മാത്രല്ലേ, മേലെ എഴുതിയതിൽ അത് മിസ്റ്റേക്ക് ഒന്നും വന്നില്ല, പക്ഷെ പ്ലസ് ഓർ മൈനസ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്ലസ് ഓർ മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും അത് എന്തായിട്ട് തന്നെ വരും? അഡീഷൻ പോലെ തന്നെയാണ് വരിക. അപ്പം എ മൈനസ് ബി ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് തന്നെ വരാം. ചില രണ്ടും പ്ലസ് ഓർ മൈനസ് ആണ്, അതിൽ പ്ലസ്സോ മൈനസോ ആവാന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എറേഴ്സ് ഓൾവേസ് ആഡപ്പ്. എറേഴ്സ് ആഡപ്പ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു മെഷർമെന്റിൽ എന്താണ് 4 സെന്റിമീറ്റർ എറർ ഉണ്ടാക്കി, വേറൊരു മെഷർമെന്റിൽ 2 സെന്റിമീറ്റർ എറർ ഉണ്ടാക്കി. എന്നിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ എന്റെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകളുടെ ലെങ്ത്തിന്റെ ഡിഫറൻസ് കണ്ടെത്താനാണ് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഒന്നിന്റെ മൈനസ് വേറെ ഒന്നിന്റെ ചെയ്യണമല്ലോ ഡിഫറൻസ് കണ്ടെത്താൻ. ഡിഫറൻസ് കണ്ടെത്താനുള്ള ഒരു മെഷർമെന്റ് എങ്ങനെയാണല്ലോ, 1 മൈനസ് വേറെ 1. അപ്പൊ 1 മെഷർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ എറർ 4 സെന്റിമീറ്റർ, അതിലൊരു എറർ 4 സെന്റിമീറ്റർ എറർ ഉണ്ട്. വേറെ 1 മെഷർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് 2 സെന്റിമീറ്റർ എററാ. അപ്പൊ മൈനസ് ഇത് രണ്ടും മൈനസ് ചെയ്ത് കണ്ട് 4 മൈനസ് 2 എററുകൾ മൈനസ് ചെയ്യുമ്പോൾ എറർ 2 മൈനസ് ആയി പോലല്ലോ. എറർ എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്ക് അല്ലേ, അത് മൈനസ് ചെയ്യുമ്പോൾ ഒഴിവായി പോണ സാധനമല്ലല്ലോ. അത്ര ആ ഒരു ഫിലോസഫി മനസ്സിലായി, അതിന്റെ ഒരു അർത്ഥം മനസ്സിലാച്ചാൽ മതി. ചില എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് എററാണ്. അത് അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എറേഴ്സ് എപ്പോഴും കമ്പൈൻ ചെയ്ത് കൂടെ നിൽക്കും, ആഡപ്പ് ചെയ്ത് നിൽക്കും. അപ്പൊ അത് അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ. Hence the rule, when two quantities are added or subtracted, the absolute error in the final result is the sum of the absolute errors in the individual quantities. അത് എപ്പോഴും സം ആയിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ എറേഴ്സ് ഉണ്ടാക്കിയിട്ട് 2 വാല്യൂ കണ്ടെത്തി, അതിന് ഡിഫറൻസ് കണ്ടപ്പോ അതിന്റെ എറർ കുറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? രണ്ടും മൈനസ് ചെയ്തപ്പോ എറർ കുറഞ്ഞു എന്നോ? ഇല്ല. നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോഴുള്ള എറർ എന്തായാലും അതിൽ ഉണ്ടാവും. അത് ആ എറർ ആഡ് ചെയ്താലും ആ എറർ വെച്ചിട്ട് ആഡ് ചെയ്താലും മൈനസ് ചെയ്താലും എന്തൊക്കെ വെച്ചാൽ ചെയ്താലും ഈ മെഷർമെന്റിൽ ആ എറേഴ്സ് കമ്പൈൻ ചെയ്ത് ജോയിൻ ചെയ്ത് നിൽക്കും. ഇത് മനസ്സിലായോ? അപ്പൊ എപ്പോഴും അഡീഷൻ ആയിരിക്കും എറേഴ്സ് ഉണ്ടാവും. എറേഴ്സ് ആഡപ്പ് ചെയ്യേ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ എറേഴ്സ് അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എറർ ആഡപ്പ് ചെയ്യേ ഉള്ളൂ. അതൊരു എന്താണ്, the absolute error is the sum of absolute errors in the individual quantities. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തിലേക്ക് കടക്കാം. ഓക്കെ, the temperature of two bodies the temperature of two bodies measured by a thermometer are temperature T1 is equal to 20 degrees Celsius plus or minus 0.5 degrees Celsius. T2 is 50 degrees Celsius plus or minus 0.5 degrees Celsius. Calculate the temperature difference and error. ഇതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസും എററും ഒന്ന് കണ്ടൊക്കെ ഈ ഐഡിയ വെച്ചുകൊണ്ട് ചെയ്താൽ മതി. കൈകൊണ്ട് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായ ഐഡിയ ചെയ്താൽ മതി. ഇത് പെണ്ണ് പോലും യൂസ് ചെയ്യണ്ട. T2 മൈനസ് T1. ആരെങ്കിലും പറഞ്ഞു മൈക്കോർന്ന് പറഞ്ഞോളൂ ആൻസർ കിട്ടിയവർക്ക്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചെയ്താൽ ഇതിന് ആൻസർ കിട്ടും. NCERT അതന്നല്ലേ? ആരെങ്കിലും കിട്ടിയോ? സ്പീഡാക്കി, ഇത്ര അതിന് മാത്രമൊന്നുമില്ല. ആൻസർ ആരെങ്കിലും പറഞ്ഞോളി പറയട്ടെ. -1. ഓക്കെ, 30 ± 1. വേറെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? അല്ലെങ്കിൽ ആൻസർ 30 ± 1 ആണോ? വേറെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ?
ഓക്കെ സ്വര പറയുന്നത് 30 പ്ലസ് ഓക്കെ 2 ശരിയാണ്. ഇതാ T2 മൈനസ് T1 50 മൈനസ് 20 ചെയ്താൽ മതി, അത് മാത്രം ചെയ്താൽ മതി. 50 മൈനസ് 20 30. ആ എററുകൾ തമ്മിൽ ആഡ് ചെയ്യാം, വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 0.5 ആഡ് ചെയ്ത് 1. അപ്പൊ എറർ 1 ആയിരിക്കും, ഡിഫറൻസ് 30 ആയിരിക്കും. 30 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഡിഫറൻസ്. അപ്പൊ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എറേഴ്സ് ഓൾവേസ് ആഡഡ് അപ്പ്. ഇത് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് സബ്ട്രാക്ഷനും അഡീഷന്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ്, രണ്ട് വാല്യൂ പ്രൊഡക്റ്റ് കോഷ്യന്റ് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്കുള്ള എന്താ, രണ്ട് വാല്യൂസ് ഒബ്സർവ് ചെയ്യാന്നുള്ള, കണ്ടെത്താന്നുള്ളതാണ്. ആ രണ്ട് വാല്യൂസ് എ മീൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മീൻ എന്നുള്ള വാല്യൂല് നമ്മൾ ചെയ്തു. ഓക്കെ, വെച്ചു. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എറർ കണ്ടെത്തണം. ഓക്കെ അല്ലേ? അപ്പൊ എന്തിന്റെ എറർ കണ്ടെത്തണ്ടേ? എ ഇൻറ്റു ബിന്റെ എറർ കണ്ടെത്തണ്ടേ. അപ്പൊ എ ഇൻറ്റു ബിന്റെ എറർ കണ്ടെത്തുമ്പോൾ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഇവിടെ ചെയ്താൽ z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. മൾട്ടിപ്ലൈ ചെയ്താൽ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി പോലെ മൾട്ടിപ്ലൈ ചെയ്താൽ അസോസിയേറ്റീവ് ലോയോ എന്തൊക്കെ മാത്സിലുള്ള കുറച്ച് ലോകളൊക്കെ വെച്ചാണ് ചെയ്താൽ മതി. പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അയ്യോ ഓക്കെ, z plus delta z is equal to a plus or minus delta a into b plus or minus delta b. a into b, അത് ആദ്യം a into b plus or minus b into delta a plus or minus a into delta b plus or minus delta a into delta b. ഇവിടെ എ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഡെൽറ്റ ബി എന്ന് വരും. എഴുതിക്കോട്ടെ, കൂടെ അങ്ങനെ എഴുതിക്കോളെ. അപ്പൊ നമുക്ക് z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ z, അടിയിൽ z കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇപ്പുറത്ത് എ ബി ഉണ്ട്. എന്ന് വെച്ചാൽ z ഈസ് ഈക്വൽ ടു എ ബി ആണല്ലോ, ഇതറിയാലോ. z ഈസ് ഈക്വൽ ടു എ ബി അല്ലേ? അപ്പൊ z ഈസ് ഈക്വൽ ടു എ ബി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇക്വേഷനെയും z കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡും. ലെഫ്റ്റ് സൈഡിൽ z ആയതുകൊണ്ട് z കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ z ഇല്ല, ഒരു എയും ബി ഒക്കെ ഉള്ളത്. അപ്പം അതിന്റെ ആ വാല്യൂനെ z ഈസ് ഈക്വൽ ടു എ ബി ആണല്ലോ, അപ്പൊ അവിടെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതൊരു ഡെറിവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അത് കൃത്യമായിട്ട് കത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അടിയിലുള്ള ആൻസർ മാത്രം പഠിച്ചാലും മതി. അപ്പം എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പം z പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z എന്നുള്ളത് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ z ബൈ z എന്നായി. ഇവിടെ എ ബി ഡിവൈഡ് ചെയ്ത് പോയി 1 ആയി. ഇവിടെ എന്തായി? ഡെൽറ്റ എ ബൈ എ എന്നായി, ഡെൽറ്റ ബി ബൈ ബി എന്നായി, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി എന്നായി. ഈ ഡെൽറ്റ എ ബൈ എയും ഡെൽറ്റ ബി ബൈ ബിയും രണ്ട് ചെറിയ ക്വാണ്ടിറ്റീസ് ആണ്. കാരണം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയാ, ബൈ എ ചെയ്താൽ അതിനെക്കാട്ടി ചെറിയ ക്വാണ്ടിറ്റിയാവും, എ എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയാ. അങ്ങനത്തെ രണ്ട് ചെറിയ ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും ചെറിയ ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാം, ഈ ടേമിനെ ഇഗ്നോർ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും പ്രോഡക്റ്റ്. ഇതിൽ ഈ 1നെ എല്ലായിടത്തും കട്ടും ചെയ്യാം. ഈ 1നെ ഇവിടുത്തെ 1ഉം കട്ട് ചെയ്യാം. അപ്പൊ ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് കിട്ടും. ഇതാണ് എറർ ഓഫ് പ്രൊഡക്റ്റ് ഓർ കോഷ്യന്റ്. പ്രൊഡക്റ്റ് ആണെങ്കിലും കോഷ്യന്റ് ആണെങ്കിലും നമ്മൾ എറർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എറർ ഇൻ ഫൈനൽ z എന്ന് പറഞ്ഞ ഫൈനൽ ആയിട്ട് a ഇൻറ്റു ബി ആണെങ്കിൽ എയിൽ ഒരു എറർ ഉണ്ട് ഡെൽറ്റ എ, ബിയിൽ എറർ ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ z എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ബി ആണെങ്കിൽ z എറർ എന്തായിരിക്കും? അത് നമ്മൾ കണ്ടത് ഡെൽറ്റ z ബൈ z ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. എന്താ ഈ ഡെൽറ്റ z ബൈ z ആരാ? അല്ലെങ്കിൽ ഡെൽറ്റ എ ബൈ എ ആരാ? നമ്മൾ ഇതിന് മുമ്പ് കണ്ട പരിചയമുള്ള ഒരാളാണ്, റിലേറ്റീവ് എറർ അല്ലെ? ഇവിടുത്തെ റിലേറ്റീവ് എറർ അല്ലേ ഡെൽറ്റ എ മീൻ ബൈ എ മീൻ. അപ്പൊ സംഭവം എന്താണ്? ഇവിടെ റിലേറ്റീവ് എറർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വെച്ചാല് z ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ z-ന്റെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് a-ന്റെ റിലേറ്റീവ് എറർ പ്ലസ് b-ന്റെ റിലേറ്റീവ് എറർ ആയിരിക്കും. ഇതാണ് കൺസെപ്റ്റ്. രണ്ട് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന z ആണെങ്കിൽ, ലൈക്ക് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് z കിട്ടുകയാണെങ്കിൽ, അങ്ങനെ കിട്ടുമ്പോൾ അവിടെ z-ന്റെ റിലേറ്റീവ് എറർ, വാട്ട് ഈസ് ദ റിലേറ്റീവ് എറർ ഓഫ് z? ഡെൽറ്റ z ബൈ z. അത് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ദ റിലേറ്റീവ് എറർ ഓഫ് എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ദ റിലേറ്റീവ് എറർ ഓഫ് ബി. ക്ലിയർ ആണോ? ഇത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. Hence the rule when two quantities are multiplied or divided,
The relative error in the result is the sum of the relative errors in the multipliers. റിസൾട്ടിന്റെ റിലേറ്റീവ് എറർ മൾട്ടിപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും ആണ് മൾട്ടിപ്ലയേഴ്സ്. അപ്പൊ എന്റെയും ബിന്റെയും റിലേറ്റീവ് എററിന്റെ സം ആയിരിക്കും. ക്ലിയർ ആണോ? ആരെങ്കിലും പറഞ്ഞോളൂ. ക്ലിയർ അല്ല? ഏഞ്ചൽ ക്ലിയർ അല്ലേ? ഓക്കെ, വേറെ ആർക്കും പ്രശ്നം ഉണ്ടാവും? ക്യാമറ ഒന്നും ആരും ഓണാക്കിയിട്ടില്ല. ഇപ്പൊ ഇസ്ര ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തില്ല എടുക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പോന്നാല് the resistance R is equal to V by I. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതൊക്കെ. വോൾട്ടേജ് നമ്മൾ 100 ± 5 വോൾട്ട് ആയിരുന്നു. കറണ്ട് 10 ആരെ ഫസ്റ്റ് ചെയ്താൽ നോക്കാം. നിങ്ങൾ എഴുതിക്കോളി. കറണ്ട് 10 ± 0.2. ഫൈൻഡ് ദ പെർസെന്റേജ് എറർ ഇൻ R. ആറിലെ പെർസെന്റേജ് എറർ കണ്ടേ. ഇവിടെ ഡിവിഷൻ ആണ് വരുന്നത്. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പെർസെന്റേജ് എറർ കാണാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? റിലേറ്റീവ് എറർ കിട്ടി കഴിഞ്ഞാൽ അതിനെ × 100 ചെയ്താൽ പെർസെന്റേജ് എറർ കിട്ടും. റിലേറ്റീവ് എററിന്റെ റിലേഷൻ നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ആ സ്ലൈഡ് ഓൺ ആക്കിടാം. ഓക്കെ, ഇതൊരു 1 മിനിറ്റ് കൊണ്ട് ആരെങ്കിലും ആൻസർ പറയും. കിട്ടിയ ആള് ആൻസർ അപ്പം തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട. ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ പെർസെൻറ്റേജ് എറർ. ഇത് പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ അല്ലാണ്ട് ചെയ്യാൻ കഴിയും. ആർക്കെങ്കിലും കിട്ടിയോ? സർ 7% ആണോ? അതെ, 7%. ആരാ പറഞ്ഞത്? സ്വര. ഓക്കെ, സ്വര അതൊന്ന് ഷെയർ ചെയ്യാൻ കഴിയോ? സർ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? എക്സ്പ്ലെയിൻ ചെയ്തോ. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി പ്ലസ് ഡെൽറ്റ ഐ ബൈ ഐ. Then 5/100 plus 0.2 divided by 10. അപ്പൊ cross multiply ചെയ്യുമ്പോൾ 70 divided by 1000. So 7%. 7% into 100 അല്ലേ? Yes sir. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്ത്. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ സംഭവങ്ങളില്ലേ, ഹെൻസ് ദ മാക്സിമം റിലേറ്റഡ് ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതിൽ × 100 ചെയ്താൽ പെർസെന്റേജ് എറർ കൂടി കിട്ടും. അല്ല ചെയ്തേ? യെസ്. അപ്പൊ 7% കിട്ടും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ നമുക്ക് അടുത്ത ടാസ്ക് 8. പ്രത്യേകിച്ച് ഒന്നുമില്ല. എക്സാമ്പിൾ 2.10 നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ടാസ്ക് 8 ഏതാണെന്ന് ചോദിക്കരുത്. എക്സാമ്പിൾ 2.10 ഒന്ന് ചെയ്യാം. ഈസിയാണ്, ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. ടാസ്ക് 8 കേട്ടോ. എഴുതിക്കോളെ 2.10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് കൺസെപ്റ്റ്, എറർ ഇൻ കേസ് ഓഫ് മെഷർഡ് ക്വാണ്ടിറ്റി റേസ് ടു എ പവർ. നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പറഞ്ഞു. അഡീഷനും സബ്ട്രാക്ഷനും വന്നാലും ആഡപ്പ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ റിലേറ്റീവ് എറേഴ്സ് ഈക്വൽ ടു സം ഓഫ് മൾട്ടിപ്ലയേഴ്സിന്റെ റിലേറ്റീവ് എറർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എറേഴ്സ് റേസ് ടു ദ പവർ ചെയ്താൽ, പവർ റേസ് ചെയ്താലേ. ഇപ്പൊ നോക്കുക, ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങളിപ്പോ മൾട്ടിപ്ലിക്കേഷന്റെ ആ കൺസെപ്റ്റ് വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി. Z = a² എഴുതി. a² നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? a × a എന്ന് എഴുതി കൂടെ? a² എന്ന് പറഞ്ഞാൽ a × a അല്ലേ? അപ്പൊ a × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ അപ്ലൈ ചെയ്യാം? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇവിടെ പഠിച്ച കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം അല്ലെ? മൾട്ടിപ്ലിക്കേഷന്റെ കൺസെപ്റ്റ്. അപ്പൊ a × a എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സെറ്റ് ബൈ സെറ്റ് ഈസ് ഈക്വൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ അല്ലെ? വീണ്ടും ഡെൽറ്റ എ ബൈ എ. കാരണം എന്താ? a × a ആണ്. ബിന് പകരം വീണ്ടും a. അപ്പൊ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ. ഈ ഡെൽറ്റ ബി ബൈ ബിക്ക് പകരം അവിടെ വീണ്ടും a ആണ് നമ്മൾ കൊടുത്തത്, a² വേണ്ടിട്ട്. മനസ്സിലായോ? Z = a². a² എന്ന് പറഞ്ഞാൽ a × a. ഈ ബിക്ക് പകരം അവിടെ വീണ്ടും a. അപ്പൊ ഡെൽറ്റ എ ബൈ എ പ്ലസ് വീണ്ടും ഡെൽറ്റ എ ബൈ എ. അതിനർത്ഥം എന്താ? 2 × ഡെൽറ്റ എ ബൈ എ
അല്ലെ? രണ്ടെണ്ണം ആഡ് ചെയ്ത് പറഞ്ഞാൽ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ പറഞ്ഞാൽ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ അല്ലേ? രണ്ടോട്ടം വന്നു എന്നുള്ളത്. അപ്പൊ അവിടെ ആ 2ന്റെ പ്രത്യേകത എന്താ? നമ്മൾ എ സ്ക്വയർ എടുത്തപ്പോ എന്റെ മേലുള്ള 2 ആണ് ഇവിടെ വന്നിട്ട്. അപ്പൊ എന്താ, എന് എന്ത് പവർ വന്നു? എന് പി എന്ന പവർ, എന് 3 എന്ന പവർ ആണ് വരുന്നെങ്കിൽ ഇവിടെ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ വരും. എന് 4 എന്ന പവർ ആണ് വരുന്നെങ്കിൽ 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എന്ന് വരും. എന് എൻ എന്നുള്ള പവർ ആണെങ്കിൽ എൻ ഇൻറ്റു ഡെൽറ്റ എ ബൈ എന്ന് വരും. അത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാന്. നോക്കും. So the relative error in a physical quantity raised to power k is k times the relative error in the individual quantity. ഒരു ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ അത് k ടൈംസ് റേസ് ചെയ്തതാണെങ്കിൽ അതിന്റെ k ടൈംസ് റേസ് ചെയ്തതിന്റെ വാല്യൂ എന്തായിരിക്കും? k ഇൻറ്റു റിലേറ്റീവ് എറർ ഓഫ് ഇൻഡിവിജ്വൽ, k ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഇവിടെ 2 കൊടുത്തപ്പോൾ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. എ ക്യൂബ് ആണെങ്കിൽ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. എ റേസ് ടു 4 ആണെങ്കിൽ 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഇപ്പൊ ഇൻ ജനറൽ ഇവിടെ കണ്ടോ, z ഈസ് ഈക്വൽ ടു AP into B, A raised to P into B raised to Q by C raised to R. ഇതിനെ എങ്ങനെ മൊത്തം റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ ആദ്യം AP ന്റെ എറർ കണ്ടെത്തണം. Z-ന്റെ എറർ ആണ് ഡെൽറ്റ Z ബൈ Z. AP ന്റെ എറർ എന്താണ്? P ഇൻറ്റു ഡെൽറ്റ എ ബൈ എ അല്ലെ? A raised to P എന്ന് പറയുമ്പോൾ P ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് B raised to Q ന്റെ എറർ എന്തായിരിക്കും? Q ഇൻറ്റു ഡെൽറ്റ B ബൈ B. ഇവിടെ പ്ലസ് വരാൻ കാരണം എന്താ? നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷന്റെ എന്താണ്? പ്ലസ് ആണ്. ഈ റിലേറ്റീവ് എററിന്റെ പ്ലസ് ആണ് മൾട്ടിപ്ലിക്കേഷന്റെ കാര്യത്തിൽ. റിലേറ്റീവ് എറേഴ്സ് സം ചെയ്യലാണ്. അതുകൊണ്ട് പ്ലസ് ക്യൂ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി. ഡിവിഷൻ ആണെങ്കിൽ മൈനസ് ആണോ വരിക? അല്ല, ഡിവിഷൻ ആണെങ്കിലും പ്ലസ് തന്നെയാണ്. റിലേറ്റീവ് എറേഴ്സ് സം ചെയ്യാണ്. അപ്പൊ അവിടെ സി റേസ് ടു ആർ ആണ്. അപ്പൊ ആർ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഇതാണ് ടോട്ടൽ എറർ ഇൻ ഡെൽറ്റ സെറ്റ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇപ്പം തരാം. ഇവിടെ തന്നെ z ഈസ് ഈക്വൽ ടു എ ക്യൂബ് ബി റേസ്ഡ് ടു ബൈ ഇതാരാ ഫസ്റ്റ് ചെയ്യാൻ നോക്കാം. കാണുന്നുണ്ടോ? ക്ലിയർ വരുന്നുണ്ടോ? z ഈക്വൽ ടു എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ ബൈ റൂട്ട് സി. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെഡ് ബൈ സെഡ് എന്താണ്? റൂട്ട് സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി റേസ് ടു എന്താണ്? ആരാ പറയാ? 1/2. സി റേസ് ടു 1/2. അപ്പൊ അവിടെ റേസ് വരുന്ന 1/2 ആണ്. അപ്പൊ എ ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ ബൈ സി റേസ് ടു 1/2. ആൻസർ കിട്ടിയ ആൾക്ക് പറയാം കേട്ടോ. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയവർക്ക് പറയാം. ഇതിങ്ങനെ നോക്കിയിട്ട് ആൻസർ പറയാനല്ലേ ഉള്ളൂ. ആരെങ്കിലും അങ്ങനെ പറയും, ചെയ്തൊക്കെ ഒന്നും വേണ്ട. പറഞ്ഞോ. 3 into delta A by A plus 2 into delta B by B plus 1/2 into delta C by C. ഓക്കെ, റൈറ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? അതെ, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, മൾട്ടിപ്ലിക്കേഷന്, റേസ് ടു പവർ കാര്യങ്ങളൊക്കെ വരുന്നത് സിമ്പിൾ ആണ്. ഓക്കെ. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കിയാല് കമോൺ. ഇത് ആരെങ്കിലും ചെയ്യും. ഇത് നോക്കിയിട്ട് ആരെങ്കിലും പറയാം ആൻസർ. സ്വരൊക്കെ ഒന്നുകൂടി ട്രൈ ചെയ്യണം നോക്കിയിട്ട്. അല്ലേ വേണ്ട, സ്വരപ്പ് ഒന്ന് പറഞ്ഞല്ലേ. ഇസാന് പറഞ്ഞിട്ടുണ്ട് പറയാൻ. ഞാൻ ആരെങ്കിലും വിളിക്കാം. രാജലക്ഷ്മി, രാജലക്ഷ്മി ഇവിടെ ഉണ്ടോ? ഇസ്ര അവിടെ പോയി? ഞാൻ പറയുന്നത് കേൾക്കണില്ല ഇനി? ഇസ്ര പറഞ്ഞോക്ക്. മനസ്സിലായില്ലേ കൺസെപ്റ്റ് എന്താണെന്ന്? നേരത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ എവിടെയാണ് മനസ്സിലാത്തത്? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അപ്പം ഓക്കെ, ഏത് പാർട്ടാണ് മനസ്സിലാത്തത്? മൈക്ക് ഓൺ ആക്കിയിട്ട് പറ, എന്നല്ലേ കേൾക്കുള്ളൂ. ഓക്കെ, ഇതില് അഡീഷന്റെ കാര്യം മനസ്സിലായോ? സബ്ട്രാക്ഷൻ അഡീഷനിൽ ആഡപ്പ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എറേഴ്സ് ആഡപ്പ് ചെയ്യും. ഇവിടെ അഡീഷനിൽ എറേഴ്സ് ആഡപ്പ് ചെയ്യും. മൾട്ടിപ്ലിക്കേഷനിൽ റിലേറ്റീവ് എറർ ഈക്വൽ ആയിരിക്കും. സ്ക്വയർ ചെയ്താലോ റേസ്ഡ് പവർ ചെയ്താലോ അത്രയും ടൈംസ് റിലേറ്റീവ് എറർ എന്നുള്ള കൺസെപ്റ്റ് ആണ്. ഞാൻ വേറെ ആർക്കും മനസ്സിലാകത്തുണ്ടോ? ഈ ശ്രദ്ധിച്ചിരുന്നു നേരത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? അപ്പൊ എവിടെയാണ് മിസ്സായത് പറഞ്ഞാല്? എവിടെ മിസ്സായത് പറ.
ആ ലാസ്റ്റ് പാർട്ടാണ്. ലാസ്റ്റ് പാർട്ട് പറഞ്ഞാല് ഏതാണ്? ഞാൻ പറഞ്ഞുതരാം. ഏതാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ആ ലാസ്റ്റ് സി ഡെൽറ്റ എ ഓക്കെ ഓക്കെ z is equal to a into b. z is equal to a into b ആണെങ്കിൽ ആ പാർട്ട് മനസ്സിലായോ? z is equal to a into b ആണെങ്കിൽ അതിന്റെ ഡെൽറ്റ z എത്ര ആയിരിക്കും എന്നുള്ളത്? ഡെൽറ്റ z by z is equal to ഈ പാർട്ട് ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a plus ഡെൽറ്റ b by b. z is equal to a into b ലാണെങ്കിൽ a ന്റെ എറർ ഡെൽറ്റ എയും b ന്റെ എറർ ഡെൽറ്റ b ആണെങ്കിൽ ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a plus ഡെൽറ്റ b by b. ഇതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷന്റെ. ഇത് ഓക്കെ ആണോ? ഇനി സ്ക്വയർ, ക്യൂബ്, റേസ്ഡ് 4 ഒക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എ ഇൻറ്റു എ അല്ലേ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ അല്ലേ? എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ അല്ലേ? 2 തൊട്ട് 3 തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ എന്ന്. ഞാൻ പോയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം അതുകൊണ്ടാണ് എന്ത് വയ്ക്കുന്നത്? എ ഇൻറ്റു എ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്നൊക്കെ വരും. ഇതേ കൺസെപ്റ്റ്. എയും ഇവിടെയും എയും ഇതും എയും ആണെങ്കിൽ എ സ്ക്വയർ ആയി. അപ്പം ഡെൽറ്റ എ ബൈ എ പ്ലസ് വീണ്ടും ഡെൽറ്റ എ ബൈ എ. അപ്പൊ എന്താവും? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പൊ സ്ക്വയറിന് 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, ക്യൂബിന് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പൊ റേസ് ടു പി ആണെങ്കിൽ പി ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, റേസ് ടു ക്യൂ ആണെങ്കിൽ ക്യൂ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. യദുശ്രീ ഇതെന്ന് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ നോക്കി പറഞ്ഞോ, ചെയ്തോക്കാനൊന്നുമില്ല. Delta z by z is equal to 4 into delta a by a 1 by 3 into delta b by b plus 3 by 2 into delta cd. c ന്റെ പവർ എത്ര അവിടെ? 1. അപ്പൊ ഡെൽറ്റ സി ബൈ സി എന്ന് പറഞ്ഞാൽ മതി. 1 into ഡെൽറ്റ സി ബൈ സി എന്ന് വേണമെങ്കിൽ സമാധാനത്തിന് വേണമെങ്കിൽ പറയാം. 1 into ഡെൽറ്റ സി ബൈ സി പ്ലസ് ഇനി പറ പ്ലസ് 3 by 2 into delta d by d. അല്ലാണ്ട് സിയും ഡി ഒരുമിച്ച് നിൽക്കല്ല കേട്ടോ. അവിടെ സി റൈസ് ടു 1 into ഡി റൈസ് ടു 3 by 2 എന്നാണ്. അപ്പൊ ക്ലിയർ അല്ല? മനസ്സിലായില്ല എന്താന്ന്? ഓക്കെ. അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാട്ടോ എന്നോട്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ടൈം കുറെ പോയിട്ടുണ്ട്. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഇത് ശരിക്കും പറഞ്ഞാല് ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ഇതാണ്. ഇത് ഇതിൽ എത്തിയിട്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിന്റെ ആണ് ഇവിടെ നമ്മളിപ്പോ എത്തിയത്. ലാസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിൽ അവസാനത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത് ഈവൻ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഡയമെൻഷൻ അനാലിസിസിന്റെ കൺസെപ്റ്റ്, MLT. അതിൽ കുറച്ച് ആൾക്കാർ എന്നോട് സ്റ്റാർട്ടിങ്ങിലെ ഡൗട്ട് വെച്ചിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാന്ന് പറഞ്ഞത്. അതിനുശേഷം കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ നടത്തിയിട്ടില്ല. അപ്പൊ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ ഇന്ന് ഇതൊക്കെ തീർത്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഡയമെൻഷൻ അനാലിസിസ് പറയുന്ന ഒരാഴ്ച. അതെന്തായാലും ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഈ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. അതെന്തായാലും സ്പീഡിൽ എടുക്കൂല, നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആക്കി തരും. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തോ എക്സാം ഒക്കെ ഉണ്ടല്ലോ, വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് പറഞ്ഞിരുന്നോ? എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഏതായാലും എക്സാമിന് ചിലപ്പോൾ ഇന്ന് വരെ എടുത്ത പാർട്ടിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫിസിക്സ് പാർട്ട് വരികയാണെങ്കിൽ ഇന്ന് വരെ എടുത്ത് അതിൽ ഈ പാർട്ടിലൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അതിന് തയ്യാറായി നിന്നോളി. ഇന്ന് പറഞ്ഞ കൺസെപ്റ്റ് മൊത്തം അത് വരെയുള്ള എല്ലാ കൺസെപ്റ്റ്സും ഉണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിലെ ഫിസിക്കൽ വേൾഡിലെ സ്റ്റാർട്ടിങ്ങിലുള്ളതിലൊന്നും കുറെ നേരം ഒന്നും ഇരിക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാർട്ടിന് മാത്രം വന്നാൽ മതി. ആ സ്റ്റാർട്ടിങ്ങിലുള്ള കുറെ കൺസെപ്റ്റുകളൊന്നും അതിൽ നിന്നും അധികം ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി ഇങ്ങനത്തെ ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. അപ്പൊ അതൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി എക്സാമിന് പഠിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. പിന്നെ ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഇത് പറഞ്ഞതുപോലെ എന്ത് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് വാട്സപ്പ് സെൻഡ് ചെയ്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കണേ. ഞാൻ വാട്സപ്പ് സെൻഡ് ചെയ്ത ആൾക്കാർ നിങ്ങൾക്ക് ഇടയ്ക്ക് മിസ്സാവലുണ്ട്. ഞാൻ ഇന്ന് മാർക്ക് ഇടുമ്പോൾ അത് വേണേ ആഡ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ then. താങ്ക് യു സർ. രാജലക്ഷ്മി എന്താ പറയുക, നോട്ട്സോ? രാജലക്ഷ്മി എന്ത് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലൈഡ്സ് പ്രൊവൈഡ് ചെയ്താൽ മതിയോ? ഞാൻ എടുക്കുന്ന സ്ലൈഡ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്താൽ മതിയോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നാളെയായിട്ട് ഞാൻ ഇതുവരെ എടുത്ത എല്ലാ പാർട്ടിന്റെയും സ്ലൈഡ്സ് ഞാൻ നമ്മുടെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഞാൻ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി വാട്സപ്പിൽ. ഓക്കെ. പിന്നെ NCERT ആണ് നിങ്ങളെ ബേസ്. NCERT പഠിച്ചാൽ മതി. എന്റെ സ്ലൈഡ് ഒന്ന് നോക്കണം. ഞാൻ ആ സ്ലൈഡ് തരാത്ത, നിങ്ങൾ സ്ലൈഡിൽ മാത്രം പഠിച്ചോന്നല്ല, NCERT നോക്കി പഠിക്കാം. അതിന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തും ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ശരി. Thank you, sir.